2 തിമോത്തിയോസ് 2-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. ഈ വചനം വിശ്വാസയോഗ്യമാണ്. നാം അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോടുകൂടെ ജീവിക്കും. നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടി വാഴും. നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മെയും നിഷേധിക്കും. നാം അവിശ്വസ്തരായിരുന്നാലും അവൻ വിശ്വസ്തനായിരിക്കും. എന്തെന്നാൽ തന്നെ തന്നെ നിഷേധിക്കുക അവന് സാധ്യമല്ല. ഓർമ്മിക്കുക, വിശുദ്ധ തിമോത്തിയോസിന്റെ ഓർമ്മദിനമാണിന്ന്. വിശുദ്ധ പൗലോസ്ലീഹായുടെ ശിഷ്യനായ തിമോത്തിയോസ് ഏഷ്യ മൈനറിൽ ലിസ്ത്ര എന്ന സ്ഥലത്ത് ജനിച്ചു. ദൈവത്തെ ബഹുമാനിക്കുന്നവനെന്നാണ് തിമോത്തിയോസ് എന്ന പേരിന്റെ അർത്ഥം. അമ്മ ഒരു യഹൂദ സ്ത്രീയും അച്ഛൻ വിജാതീയനുമായിരുന്നതുകൊണ്ട് യഹൂദ ആചാരമനുസരിച്ച് തിമോത്തിയോസ് പരിച്ഛേദനം സ്വീകരിച്ചില്ല. പൗലോസ്ലീഹ ലിസ്ത്രയിൽ ആദ്യം ചെന്നപ്പോൾ തന്നെ യുവാവായിരുന്ന തിമോത്തിയോസും അമ്മയും അമ്മാമ്മയും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചു. 7 വർഷം കഴിഞ്ഞ് പൗലോസ്ലീഹ വീണ്ടും ലിസ്ത്ര സന്ദർശിച്ചപ്പോൾ തിമോത്തിയോസ് തപോനിഷ്ഠനും സൽസ്വഭാവിയുമായിട്ടാണ് എല്ലാവരാലും അറിയപ്പെട്ടിരുന്നത്. അതിൽ സംപ്രീതനായ പൗലോസ് തിമോത്തിയോസിന് പുരോഹിത സ്ഥാനത്തിനുള്ള അഭിഷേകം നൽകി. അന്നു മുതൽ അദ്ദേഹം പൗലോസിന്റെ ഒരു സഹചാരിയും വിശ്വസ്ത ശിഷ്യനുമായി. സ്വന്തം കാര്യം അന്വേഷിക്കാതെ യേശുക്രിസ്തുവിന്റെ കാര്യത്തിൽ വ്യാപൃതനായിക്കൊണ്ട് തിമോത്തിയോസ് പിതാവിനോടെന്ന പോലെ പൗലോസിനോടൊത്ത് സുവിശേഷത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്തു. സ്ലീഹ തിമോത്തിയോസിനെ എഫേസോസിലെ മെത്രാനായി വാഴിച്ചു. പൗലോസ്ലീഹ തിമോത്തിയോസിന് നൽകിയ ഉപദേശങ്ങളിൽ ഏറ്റവും പ്രധാനമായത് വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതും പഠിക്കുന്നതുമാണ്. അത് ദൈവനിവേശിതമാകയാൽ വിശ്വാസികളെ പഠിപ്പിക്കാൻ എത്രയും ഉപകാരപ്രദമായിരിക്കുമെന്ന് അപ്പസ്തോലൻ തിമോത്തിയോസിനെ ധരിപ്പിച്ചു. 97-ാം ആണ്ടിൽ പൗലോസ്ലീഹായുടെ ഈ വിശ്വസ്തദാസനും രക്തസാക്ഷിത്വ മകുടം ചൂടി നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. വിജാതീയ അച്ഛനിൽ നിന്നും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന് ഈശോയ്ക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച തിമോത്തിയോസിനെ പോലെ ഈശോയ്ക്ക് വേണ്ടി മരണം വരെ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. നമുക്കൊരു ദൈവമുണ്ട്, സ്വർഗത്തിലുണ്ട്. നമുക്കായി കരുതുന്ന കർത്തനുള്ളപ്പോൾ. നമുക്കൊരു ദൈവമുണ്ട്, സ്വർഗത്തിലുണ്ട്. നമുക്കായി കരുതുന്ന കർത്തനുള്ളപ്പോൾ. ഓട്ടമോടി അധ്വാനിച്ചു വെറുതെയെന്ന് നിന്നെ തന്നെ നോക്കി നീ പറഞ്ഞിടല്ലേ. ഓട്ടമോടി അധ്വാനിച്ചു വെറുതെയെന്ന് നിന്നെ തന്നെ നോക്കി നീ പറഞ്ഞിടല്ലേ. ഓടിയതോ അധ്വാനിച്ചതൊന്നും നാമല്ല, എല്ലാം നമ്മിലുള്ള ദൈവകൃപയാൽ. ഓടിയതോ അധ്വാനിച്ചതൊന്നും നാമല്ല, എല്ലാം നമ്മിലുള്ള ദൈവകൃപയാൽ. ഈ കൃപ നമ്മിൽ നിന്നങ്ങെടുത്തു മാറ്റിയാൽ പിന്നെ നമ്മെയൊന്നിനും കൊള്ളുകയില്ല. ഈ കൃപ നമ്മിൽ നിന്നങ്ങെടുത്തു മാറ്റിയാൽ പിന്നെ നമ്മെയൊന്നിനും കൊള്ളുകയില്ല. നമുക്കൊരു ദൈവമുണ്ട്, സ്വർഗത്തിലുണ്ട്. നമുക്കായി കരുതുന്ന കർത്തനുള്ളപ്പോൾ. ഓട്ടമോടി അധ്വാനിച്ചു വെറുതെയെന്ന്
പറഞ്ഞിടല്ലേ. നന്നായി താമസിച്ചും വിളിച്ചവർക്ക് ഒരുപോലെ കൂലി നൽകുന്നവൻ, നന്നായി താമസിച്ചും വിളിച്ചവർക്ക് ഒരുപോലെ കൂലി നൽകുന്നവൻ, ഇത്ര നല്ലൊരു യജമാനൻ എവിടെയുള്ളൂ? നമ്മുടെ ദൈവത്തെ പോൽ മറ്റാരുമില്ല. ഇത്ര നല്ലൊരു യജമാനൻ എവിടെയുള്ളൂ? നമ്മുടെ ദൈവത്തെ പോൽ മറ്റാരുമില്ല. നമുക്കൊരു ദൈവമുണ്ട്, സ്വർഗത്തിലുണ്ട്. നമുക്കായി കരുതുന്ന കർത്തനുള്ളപ്പോൾ ഓട്ടമോടി അധ്വാനിച്ചു വെറുതെയെന്ന് നിന്നെ തന്നെ നോക്കി നീ പറഞ്ഞിടല്ലേ. ലോകം നിന്നെ അയോഗ്യത കൽപ്പിച്ചപ്പോഴും യോഗ്യനാക്കി നിന്നെ ചേർത്തു നിർത്തി. ലോകം നിന്നെ അയോഗ്യത കൽപ്പിച്ചപ്പോഴും യോഗ്യനാക്കി നിന്നെ ചേർത്തു നിർത്തി. ഇത്ര വലിയ കൃപയെ ഓർത്തു നോക്കിയാൽ ആയുസെല്ലാം പറഞ്ഞാലും തീരുകയില്ല. ഇത്ര വലിയ കൃപയെ ഓർത്തു നോക്കിയാൽ ആയുസെല്ലാം പറഞ്ഞാലും തീരുകയില്ല. നമുക്കൊരു ദൈവമുണ്ട്, സ്വർഗത്തിലുണ്ട്. നമുക്കായി കരുതുന്ന കർത്തനുള്ളപ്പോൾ നമുക്കൊരു ദൈവമുണ്ട്, സ്വർഗത്തിലുണ്ട്. നമുക്കായി കരുതുന്ന കർത്തനുള്ളപ്പോൾ ഓട്ടമോടി അധ്വാനിച്ചു വെറുതെയെന്ന് നിന്നെ തന്നെ നോക്കി നീ പറഞ്ഞിടല്ലേ. ഓട്ടമോടി അധ്വാനിച്ചു വെറുതെയെന്ന് നിന്നെ തന്നെ നോക്കി നീ പറഞ്ഞിടല്ലേ.